എത്ര ദൂരമുണ്ട് മല്ലയ്യ? അപ്പോൾ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രോയ്ക്ക് വേണ്ടി എവിടെയും നിർത്തിയിട്ടൊന്നുമില്ല. നമ്മൾ ഗോയിങ് ആണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ആ കാണുന്ന മലനിരകളിലേക്കാണ്. അത് വേറെ എവിടെയല്ല, വയനാടാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ഇന്നൊരു വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പം ഒന്ന് ഓഫ് റോഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇത് പുതിയൊരു റൂട്ടാണ്. ഞാൻ ഇതിന് മുന്നേ ഈ റൂട്ടിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം അന്ന് നമ്മൾ ആ റൂട്ടിലേക്ക് പോയിട്ട് അത് അറ്റംപ്റ്റ് ഫെയിലായി പോയി. കാരണം നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് ഹാർഡ് കോർ റൂട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഹിമാലയൻ ബഡീസ് കൂടി ഉണ്ട്. അപ്പോൾ അവരും കൂടെ ഉള്ളപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. വണ്ടി അഥവാ സ്റ്റക്കായാലും നമുക്ക് മാൻ പവർ കൊണ്ട് കയറി പോകാനോ. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ക്യാമറയിൽ പറയാൻ വന്ന ഡയലോഗൊക്കെ പറഞ്ഞു. നമുക്കെന്തായാലും ആ റൂട്ട് അതാണ്. അപ്പം വീണ്ടും വീഡിയോ ഓൺ ചെയ്യാം. ഗൈസ്, ഓഫ് റോഡിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ റൂട്ട് എത്തി. ദിസ് ഈസ് അവർ റൂട്ട്. നമ്മൾ ഓഫ് റോഡ് ഒന്ന് ഫെയിലായി തിരിച്ച് പോയ റൂട്ടിൽ. ഇതൊക്കെ കുറച്ച് ഈസി സ്ഥലമാണ്. ഇനിയാണ് യഥാർത്ഥ ടാസ്ക് വരാൻ പോകുന്നത്. ഒരു പുറകിലുണ്ട്. ഇപ്പോൾ ഉള്ളിലൊരു പേടിയുണ്ട്. കഴിഞ്ഞ തവണ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ഇറങ്ങിയൊക്കെ തള്ളിയാണ് തിരിച്ച് ഇറങ്ങി പോന്നേ. ഇതാണ് സ്ഥലം. ഹിമാലയം കയറി ഓനെത്തിയടാ. ഓൻ കയറി നിർത്തിയ നോക്കി നോക്ക്. അതാണ് ഹിമാലയൻ സീനാണ് കേട്ടോ. അവൻ മേലെ പോയി വീണു, ഞാൻ ഇവിടുന്ന് വീണു. ലിവർ ബെൻഡാണ്ടെന്നാൽ മതി. ആടാ എണ്ണ ഇറങ്ങട്ടെ. മേലേക്ക് കുറച്ചുണ്ട്. നടന്നു നോക്കിന് ഇല്ല. ആ എന്റെ മോനെ ഒറ്റ പോക്കാ. ബാക്കോട്ട് ഇറക്കി കയറണ. ബാക്കോട്ട് ഇറക്കിയിട്ട് കയറണ. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് നാടൻ ബാക്കോട്ട് എങ്ങനെ ഒറ്റയടിക്ക് കയറണം.
വാസ് ദ റൈഡർ. എൻ്റെ പ്രശ്നമായിരുന്നു. ഹെൽമെറ്റ് ഇടുന്നതിനെ കാണുമ്പോൾ കുറച്ച് മഴ കൊള്ളുന്നു. നീ കേട്ട്, ഞാനിപ്പോൾ പ്രോ. അങ്ങോട്ടേക്ക് എന്നാന്നറിയണ്ടേ? അയ്യോ ഓനങ്ങെത്തി, കയറിക്കോ. സ്റ്റാൻഡ് സിഗ്നലുണ്ട്. നല്ല സ്റ്റീപ്പാണ് ഇത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? ബട്ട് നോ. അയ്യോ, ടയറ് ഫുള്ള് മണ്ണാടാ. ആ പാലവേദിയാ? ടയർ സ്കിഡാകുന്നുണ്ട്. അമർത്തിയിട്ട് വരല്ല, പുഷ് ചെയ്യണം. തള്ളു തള്ളു. കഴിഞ്ഞ തവണ ഓഫ് റോഡ് പോയപ്പം ആ വീഡിയോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ പഠിച്ചാണ് ക്ലച്ച് വെറുതെ ബേൺ ചെയ്യരുതെന്ന്. അപ്പോൾ ഇത്രയും നേരം വണ്ടി റേസ് ആയതൊന്നും ക്ലച്ച് ബേൺ ചെയ്തിട്ട് ആയതല്ല, ടയർ വെറുതെ കിടന്ന് സ്കിഡായതായിരുന്നു. സോ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിക്കത് ദോഷമൊന്നും ചെയ്യുന്നില്ല. റോഡിങ്ങിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ക്ലച്ച് ചൂടാവുക, കത്തിപ്പോകാനൊക്കെ ഉള്ളത്. ടയറിൽ ഫുള്ള് മണ്ണ് കയറിയിരിക്കുകയാണ്. ഇനി ഈ കണ്ടീഷനിൽ മേലെ കയറി പോകുമെന്ന് അറിയില്ല. കുഴപ്പമില്ല, അവരുടെ ഹെൽപ്പ് ഉണ്ടാവും. വരാം. ഇനി ഇത് തെന്നുന്നുണ്ട് നല്ലോണം. എടാ വെള്ളാരം കല്ല് അതിനെടുത്തോ. വെയിറ്റ്, പോട്ടെ.
പോട്ടെ പോട്ടെ. ആ പോട്ടെ 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 പോട്ടെ. ആളെ വെച്ചോ. ഇതല്ലേ സ്ലിപ്പായ ഈ റബ്ബർ ക്യാപ്പ് ഊരിയാൽ ഇതിൻ്റെ അടിയിൽ സ്പൈക്സ് ഉണ്ട്, അത് ഊരിയിട്ടാണ് എണീച്ചിക്കണ്ട, അല്ലേ സ്ലിപ്പാവും. ആ എനിക്ക് കുറച്ച് ടാസ്ക് ആട്ടാ മേലേക്ക്. തിരിച്ചു പോകാനുള്ള പരിപാടിയാ. ലെറ്റ് മീ റെക്കോർഡ് ദിസ്. സ്റ്റാർട്ടാക്ക്. കൊടുക്കടാ ടയർ, ആക്സിലേറ്റർ കൊടുക്ക് കൊടുക്ക്, ക്ലച്ചിന് കൈ എടുക്ക്, എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്ക്. പോട്ടെ പോട്ടെ കൊടുക്ക് കൊടുക്ക്. നീല്ലേ കൊടുക്ക്, ആക്സിലേറ്റർ കൊടുത്തോണ്ടിക്ക്, ക്ലച്ചിൻ്റെ കൈ എടുക്ക്. പോട്ടെ പോട്ടെ കൊടുക്ക് കൊടുക്ക്. അതാ പിടിച്ചിന് എടുത്തോ. ടയർ നോക്കിയേ, വെറുതെ അല്ല കയറാത്ത, പൊടിയുള്ള ഇതെല്ലാം ഉണ്ടാ കയറാത്ത, ചളിയാ ഫുള്ള്. കമോൺ യു കെ കപ്പ്. ആ കൊടുക്കേ. പോട്ടെ 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 പോടോ. എടാ രണ്ടോട്ടം ആക്സിലേറ്റർ പമ്പ് ചെയ്യുക, ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്യുക, ബാക്ക് ബ്രേക്ക് ടാപ്പ് ചെയ്യ്, ആക്സിലേറ്റർ രണ്ടോട്ടം പമ്പ് ചെയ്യുക. ആ ടൈമിൽ ക്ലച്ച് റിലീസ് ചെയ്യുക, ബ്രേക്ക് റിലീസ് ചെയ്യുക, ഫുള്ള് ആക്സിലേറ്റർ കൊടുക്കുക, ക്ലച്ച് പിടിക്കറ്. പിന്നെ ഓക്കെ കയറിപ്പോവും. കൊടുക്കേ. ആ പോട്ടെ 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 പോട്ടെ. കിട്ടീന് കിട്ടീന്, സെറ്റല്ലേ? ആയില്ല പമ്പ് അങ്ങനെയല്ല, ഇത് ഓണാക്കിയിട്ട് ഓണാക്കുക, അന്നേരം ആ പമ്പ് ചെയ്യുന്ന സൗണ്ട് വെക്കൂലേ, അത് 2-3 വട്ടം കേട്ടാൽ മതി. നോക്ക് പോട്ടെ. നീയില്ലേ റിയർ ബ്രേക്കിൽ ടാപ്പ് ചെയ്യുക, ആക്സിലേറ്റർ 2 വട്ടം പമ്പ് ചെയ്യുക, സെയിം ടൈം ക്ലച്ച് റിലീസ് ചെയ്യുക, ബ്രേക്കും റിലീസ് ചെയ്യുക, വണ്ടി കയറിപ്പോവും. പിന്നെ ക്ലച്ച് തുടര്. ഓക്കെ ആക്സിലേറ്റർ മാക്സിമം കൊടുത്തോ, പമ്പ് ചെയ്യ്, 2 വട്ടം പമ്പ് ചെയ്യ്. പോട്ടെ പോട്ടെ പോട്ടെ. ഇല്ല പേടിക്കണ്ട. സന്തോഷമായോ? കഴപ്പ് തീർന്നോ? ഹാഫ് ക്ലച്ച് പിടിക്കല്ലേ അങ്ങനെ. ആ പോട്ടെ 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 പോട്ടെ. സെറ്റല്ലേ? എൻ്റെ കാലിലും കല്ലടിച്ച്. എൻ്റെ മോനെ വണ്ടർഫുൾ. അതിട്ടത് പാൻറ് ചളിയാണ്ടൊക്കെ ഇപ്പത്തെ വണ്ടി കേട്ടോ അല്ലേ? Push, push, push. Gerak, gerak.
സപ്പോർട്ട് ചെയ്യുന്നു. വണ്ടി വിട്ടെ, ഇരുന്ന് പിടിച്ചോ. മെല്ലനെ പിടിക്കാം, മെല്ലൻ ലാൻഡ് ചെയ്യാം. പൊന്തിക്കല്ലേ, കാല് കൊള്ളുന്നു. നീ എണീക്കടാ, ഓക്കെ പിടിച്ചു, ഞാൻ പിടിച്ചു. ഇത് കയറി അങ്ങത്തൂടാ. പറയാൻ പറ്റില്ല, കാണുന്നുണ്ടാ. കാല് പൊള്ളി അതിനടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉൾപ്പെട്ട്. സേഫ് പൊസിഷൻ. എങ്ങനെയാ തള്ളണ്ട അറിയാ? നീ ഇങ്ങനെ പിടിച്ചിട്ട് ഇടുന്ന തള്ളി, ഞാൻ ഇടുന്ന തള്ളാം, മനസ്സിലായോ? അപ്പം കല്ല് വരിക. അല്ലെങ്കിൽ ക്രാഷ് കാർഡ് പിടിച്ച് വലിച്ചാലും മതി. ക്രാഷ് കാർഡ് പിടിക്കണ്ട, അഥവാ ഇൻഷുറൻസ് പ്രശ്നം. 1 2 3 സ്റ്റാർട്ട്. ബാക്കി കയറ്റാമല്ലോ നിങ്ങളെ. ആ ഗൈസ്, റോഡ് ബ്ലോക്കാണ്. ഗൈസ്, കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മേലെ മണ്ണിടിഞ്ഞിട്ട് റോഡ് ബ്ലോക്കാണ്. എങ്ങനെയാണ് കയറി പോകുകയെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. രണ്ട് ഹിമാലയം കയറ്റാനുണ്ട്. മേലെ ആനേൻ്റെ കാൽപ്പാടുണ്ട് മൊത്തം. ആനേൻ്റെ കാൽപ്പാട്, ആനേൻ്റെ കാൽപ്പാടുണ്ട് മൊത്തം. വീടിന്ന് മേലേക്ക് മൊത്തം വലിയ വീട് കാട്ടുന്ന കയറി വന്നു തോന്നുന്നു. പിന്നെ മേലെ മണ്ണിടിഞ്ഞിട്ട് പാറ ബ്ലോക്കായിട്ടുണ്ട്. പാറ നീക്കിയാൽ പിടിച്ച് നോക്കിയിട്ടെല്ലാം പോകാൻ പറ്റും ചിലപ്പോൾ. പക്ഷേ പാറ മാറ്റേണ്ടി വരും. ആനയുണ്ടോയെന്ന് നോക്കണം. പോട്ടെ കൊടുക്ക്. പോട്ടെ ബ്രേക്ക്. ഇത് നോക്ക് അല്ലേ. ഇത് നോക്ക്, അങ്ങോട്ടാ പോയെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്കാ പോയാ എൻ്റെ മോനെ. ഇല്ലടാ, വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വരില്ല എന്നാണ് മറ്റേ ഫോറസ്റ്റിലെ ചങ്ങായി പറഞ്ഞേ. നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് നിൽക്കുന്നത് തീരെ സേഫ് അല്ല. ഒന്നിക്ക് മേലേക്ക് പോവാ, അല്ലെ താഴെ നിൽക്കുക. ആന വന്നാൽ വണ്ടി ഒന്നും നോക്കണ്ട കേട്ടോ, ഓടിക്കോ. ഞാൻ വണ്ടിയെല്ലാം എടുത്തിട്ട് പറയാടാ, പേടിക്കണ്ട. കാട് ബാ. ക്ലച്ച് ഓക്കെയാന്ന് കൊടുക്ക്. നീ അങ്ങനെ നോക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട, നേരെ കയറ്റി വിടും. പോട്ടെ കൊടുക്ക്. പാറക്കല്ലാന്ന് വരുന്നു. നീയില്ലേ, തിരിഞ്ഞു നോക്കണ്ട. സ്റ്റാർട്ട്. എടാ, നിന്റെ വലത്തെ എണീക്ക്.
ചന്തിയെല്ലാം പോച്ച്. ഓക്കെ ചുണ്ണി പല സ്റ്റാൻഡ് ഇട്ടാ എടാ തെണ്ടി സ്റ്റാൻഡ് ഇടാ ആനാന്ന് പറഞ്ഞു. ഓക്കെ വണ്ടി ഓഫാക്കണ്ട കേട്ടോ അധികം നേരം. എടുത്തോ പോലെ നല്ല കോടയാ കരിങ്കോട. എത്ര ദൂരമുണ്ട് മല്ലയ്യ? ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. മേലെ നമ്മളെ വണ്ടി മേലെ വെച്ചിട്ടുണ്ട്. നീ വീടിന്ന് കയറി കഴിഞ്ഞാൽ നേരെ വിട്ടോ, വീസ്ട്രോം വെച്ചെടുത്ത് നിർത്തിക്കോ. ഓക്കെ, ഹിമാലയം കൊണ്ട് നമ്മളങ്ങോട്ട് വന്നോളൂ. പിന്നെ ആടെ എത്തിയ വണ്ടി ഓഫാക്കണ്ട കേട്ടോ. ആയില്ല അത് വാണിങ് പോട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞ ഇവിടുന്നല്ലേ പറഞ്ഞേ, ചെക്കൻ വീഴുന്ന മാത്രം കണ്ടില്ല. സോറിടാ, കാലിന് സുഖമില്ലാത്ത ചെക്കനാ. എണീക്ക്, ആടെ ഇരിക്കല്ലേ. എന്ത് തോന്നുന്നു? ഹാൻഡിൽ പിടി, ഇവിടെയും പിടി. അതില ആ കിട്ടോ. ഗൈസ്, കുറച്ച് ടെറിഫൈങ് സിറ്റുവേഷനാണ്. ആനയുടെ കാൽപ്പാടുണ്ട് മുഴുവൻ. എപ്പോൾ പോയതാണെന്നറിയില്ല. രണ്ടാ കുടിച്ചപ്പോണ്ടൂല്ലേ? ഓ ഇത്രയും വലിയ പാറയത്. നീ ആടെ ഇങ്ങോട്ട് പൊന്തിക്ക്. വാ പൊടി. വാ, എഞ്ചിൻ മാണിങ്ങാ. അത് സാറല്ല, കുറച്ച് കഴിയുമ്പോൾ പോടാ. അത് ഓവർ റേസ് ആക്കിയോണ്ടോ. ആ ഓക്കെ, പോവും പോട്ടെ. ഓക്കെ ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ സ്ഥലം.
അറിയില്ല, പുറകിലാണ് ഉള്ളത്. ഇത് വന്നു എന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? ഇതാ മോനെ കേറിയില്ല. കോടയും മഴയൊക്കെ തുടങ്ങി. കോട നേരത്തെ തുടങ്ങി, മഴ ഇപ്പം തുടങ്ങി. അയ്യോ, മുള്ളുള്ള മരമാണല്ലോ. മുള്ളുണ്ടാ? മുള്ളുണ്ട്. ആന ചെയ്താ മുള്ളുണ്ടേ. ഞാൻ ഇങ്ങനെ പിടിച്ചില്ല, നീ ഇല്ല. മാറി നിക്ക്. അല്ലടാ ഓനെ നോക്ക്, നീ അങ്ങോട്ടാക്ക്. നീ ബാക്കോട്ട് പോ. ആ അധികം നിൽക്കണ്ട കേട്ടോ, ഡേഞ്ചറാ. വാ വാ. പൊങ്ങോ നോക്കണം. പത്തിരിലെടുത്തിട്ട് അടുത്തവണ ഓഫ്റോഡ് പോകാൻ ഇറങ്ങാവൂ. ഇല്ലായിരുന്നോളെ ഏടാ, ഇത്രയും വലിയ സാധനം ഉണ്ടാ. കല്ലെടുക്ക് മതിയില്ലേ? എടാ പൊട്ടിയാ, തെണ്ടിയ പൊട്ടി. ആ വാ.
പുതിയ ടാസ്ക്. ഇല്ലല്ലേ ഞാൻ പിടിച്ചിന്, ബാക്കിൽ പിടിച്ചിന്. നീല്ലേ? ആ മൊത്തം തിളക്കി. കുറച്ച് മുമ്പോട്ട്. ആ ആയില്ല. സുണി ഓഫാക്ക്, വണ്ടി ഓഫാക്ക്, തള്ളിയാൽ മതി. എടാ അത് നേരെ ആക്കണ്ട, കണ്ണാടിയെല്ലാം പിന്നാക്കാം. ബാക്ക് ടയർ എവിടെയുള്ളത് നോക്ക്. ന്യൂട്രലിട്. ടയറുമ്പിൽ ഒരട്ട. ഓ മൈ ഗോഡ്. ഇവിടെ ഫുള്ള് കുളത്തിട്ടുള്ള തള്ളു. സ്റ്റാർട്ടായിക്കോ. നല്ല കൊടുക്കാവേ. നല്ലനെ തുണി മെല്ലം തള്ളിക്കേ. തള്ളടാ. തള്ളിക്കോ. ഓക്കെ ഫസ്റ്റ് എടുത്താ ന്യൂട്രലെടുത്ത്. ഇല്ല ഓക്കെ അല്ലേ? ബിഗ്ഗസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. ഇതിൽ ഇഷ്ടം പോലെ ടാസ്ക് ഉണ്ട്. നടക്കുമെന്ന് തോന്നുന്നില്ല മോനെ. ഇതിലൂടെ കയറി വരാം. ഫുൾ ഫോറസ്റ്റ് ആണല്ലോ അങ്ങോട്ട്. ഫോറസ്റ്റിനെ കാണിക്കുന്നു മോനെ. ഇറങ്ങുക. ഇറങ്ങാം, പക്ഷെ ഈ സ്ഥലം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് കാലുകൊണ്ട് കുത്തിയെടുക്കാൻ നിന്നില്ലടത്. ഇത് ആ മരത്തിന്റെ വലിപ്പം നോക്കിയാ നീ. അഞ്ഞൊന്നില്ല നോക്ക്. ആകെ ഒരു വഴി പൊക്കി വെക്കാനാണ്. മണ്ണടക്കി മാറ്റിയാലോ? നമുക്ക് മേലൊക്കെ നടന്നിട്ട് വന്നാലോ? ഗൈസ്, വി ആർ ഇൻ ഡീപ്പ് വുഡ്സ്. ഇത് കയറുകയില്ല, ആടെ സ്റ്റക്കാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു മഴ തുടങ്ങിയത് ഇത് വീണതാ ഇതെല്ലാം. ഇതൊന്നും കയറുള്ള ഓനെങ്ങനെയാ കയറുമെന്ന് പറഞ്ഞമ്മോ. പെരിയലെത്തുമെന്നാ പറഞ്ഞ അവര്. നാട്ടുകാർ പോന്നെന്ന് പറഞ്ഞിട്ടാ വഴി കാണിച്ചു തന്നെ.
ഇങ്ങനെ വന്നിട്ടുണ്ട് അത് ചളിക്കൊട്ട ഇറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട്. നടക്കുള്ള ചുണ്ണി ഇതെങ്ങനെ നമ്മൾ കൊണ്ടുപോവാ? ഉണ്ടാവും. മുള്ളൊന്നല്ലെങ്കിലും ഈ സാധനം വലിച്ചിടാനാവില്ല. ഇത് മരത്തിൻ്റെ മേലെ തന്നെയുള്ള കൊമ്പ. പൊക്കി വെക്കണം. ഞാൻ മര്യാദ ഓടിച്ചു പോകാൻ പറ്റാത്ത സ്ഥലമാണ്. എൻ്റെ മോനെ, എന്നാലേ കുറച്ചേരം ഇരിക്കണല്ലേ. അതിങ്ങനെ കേട്ടോ കേട്ടോ കുത്തനെയല്ലേ ഉണ്ടാക്കാനാണ് സമ്മതിക്കണ്ടല്ലേ. ഗൈസ്, മിഷൻ ഇമ്പോസിബിൾ ആണിത്. മഴ പെയ്തതിന് ശേഷം ഒരുപാട് മരം പൊട്ടിക്കൊണ്ടിട്ടുണ്ട്. മേലേക്ക് മുഴുവൻ സീനാണ്. തിരിച്ചു പോകാണ്ട് വേറെ വഴിയില്ല. ഫോൺ അടിക്കുന്നുണ്ട്. നിൻ്റെ ഫോണാ? കാലിന് മുഴുവൻ അട്ടം നിറഞ്ഞു നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് ജേർണി ഇവിടെ അവസാനിക്കുകയാണ്. എന്നാടാ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരുപാട് ടാസ്കുകൾ കൂടെ വന്നുകൊണ്ടിരുന്നു. സോ നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ സബ്സ്ക്രൈബ്ഡ്. കാരണം അടുത്ത ആഴ്ച ഇതിലും ടാസ്കിലൊരു ഓഫ് റോഡ് വീഡിയോ വരുന്നുണ്ട്. അതിൽ നമ്മുടെ സ്ക്രാംബ്ലറും ഹിമാലയൻ 450യും കുറച്ച് എക്സ്പൾസും അതുപോലെ പുതിയ എക്സ്പൾസ് 210ഉം എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.